ഹദീസ് പറഞ്ഞപ്പോൾ സദസ്യം ചെറുപ്പക്കാരൻ ചോദിച്ചു, ആദ്യത്തെ നോട്ടം നീട്ടി നോക്കാവോ എന്ന് ചോദിച്ചു. ഒരു നോട്ടം പാടുണ്ടെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? ആദ്യത്തെ നോട്ടം കണ്ണു പറിക്കാതെ അടിമുടി നോക്കാവോ? ഞാൻ പറഞ്ഞു, നീ ആള് കൊള്ളാതി, നീ ആള് മോശമില്ല. എന്താ ഒറ്റ നോട്ടം നമുക്ക് പാടുണ്ടല്ലേ? ആദ്യത്തെ ഒറ്റ നോട്ടം. സുഹൃത്തുക്കളെ, കണ്ണ് പോലും സൂക്ഷിക്കാൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തിനാ? കണ്ണ് ഫോട്ടോ എടുക്കും, അതെവിടെയോ ഹൃദയത്തിന്റെ മൂലെ സൂക്ഷിക്കും, എന്നിട്ട് കൊണ്ടു നടക്കും. ആരാപ്പാ ആ അടിപൊളി? എവിടെന്താ അവള് ബസ് കയറുന്നത്? പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ പോവും. പ്ലീസ് ആ നമ്പറും തരുവോ? നമ്പർ മേടിക്കും. പിന്നെ വിളി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. പിന്നെ ലവ് ലെറ്ററായി. പിന്നെ അവസാനം കേൾക്കാം, ഏതോ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് എടുത്തു ചാടി ചീഞ്ഞു കിടക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു, കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ ആരാ, പാലക്കാട് നിന്നുള്ള കവിതാക്കൾ ചങ്ങനാശ്ശേരി വന്ന് ലോഡ്ജിലെ ഫാനിൽ തൂങ്ങി നിൽക്കുന്നു. അല്ലാഹു, ഈ തൂങ്ങാനും ചെയ്യാനും അളിയാനും ഒക്കെ പോണോ? അല്ലാഹു തആല പടച്ചവൻ സമൂഹത്തിന്റെ കാവൽ ഭടന്മാരായി യുവാക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു പെണ്ണിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കണോ സുഹൃത്തുക്കളെ? ആദർശധീരരായി മാറണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തിൽ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ ഗൾഫിലാണ്, ഒരന്യപുരുഷനെങ്ങാനും വിളിച്ചതായിട്ടറിഞ്ഞാൽ കുടുംബ ബന്ധം തകരില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ അനാഥരായി പോകില്ലേ? നാം വളരെയധികം ശ്രദ്ധിക്കണം. മഹാനായ ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങള് വേഷപ്രച്ഛന്നനായി മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി ചുറ്റി സഞ്ചരിക്കാറുണ്ട്. ആ സുന്നത്താണ് ഇന്ന് രാഹുൽ ഗാന്ധി പോലും എടുത്തണിയുന്നത്. ആന്ധ്രയുടെയും രാജസ്ഥാന്റെയും പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന കുടിലുകളിൽ ചെന്ന് മുന്നറിയിപ്പില്ലാതെ അന്തിയുറങ്ങുന്നതും അവരോടൊപ്പം ദാലും അതുപോലെ പത്തിരിയും തിന്നുന്നതും പത്രം പറഞ്ഞില്ലേ, ഇതെല്ലാം രണ്ടാം ഖലീഫയുടെ സുന്നത്താണ്. സുഹൃത്തുക്കളെ, മഹാനായ ഖലീഫ ഉമർ വേഷം മാറി രാത്രി സഞ്ചരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ 4 വരി പദ്യം കേൾക്കുകയാണ്. ശോകമൂകമായ 4 വരി കവിത കേൾക്കുന്നു. അവിടെ നിർത്തി. എന്താണ് ഈ പെണ്ണ് പാടുന്നത്? അലാ ത്വാല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വഅർറകനി അല്ലാ ഖലീലുൻ ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാകിബു ലഹറക മിൻ ഹാദാ സരീരി ജവാനിബു. ആ പെണ്ണ് പാടുകയാണ്. അസറത്ത് ഉമർ കേൾക്കുകയാണ്. ആ പെണ്ണ് പാടിയത് ഇങ്ങനെയാണ്: രാത്രി എത്രയോ ദൈർഘ്യമേറിയിരിക്കുന്നു, അതിന്റെ യാമങ്ങൾ അവസാനിക്കുന്നില്ല. അലാ ത്വാല ഹാദൽ ലൈൽ, ഈ രാത്രിക്ക് എന്ത് ദൈർഘ്യമാണ്. വസ്വദ്ദ ജാനിബു, ഇരുൾ മുറ്റിയിരിക്കുന്നു. വഅർറാകനി, എനിക്ക് ഉറക്കം വരുന്നില്ല. അല്ലാ ഖലീലുൻ ഉലാഇബു, എന്നെ സന്തോഷിപ്പിക്കാൻ എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തില്ലല്ലോ. നിദ്രാവിഹീനയാണല്ലോ എന്റെ കണ്ണുകൾ, ഉറക്കം വരുന്നില്ലല്ലോ. എന്നിട്ട് ആ പെണ്ണ് പാടുകയാണ്: ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാകിബു, അല്ലാഹുവിന്റെ നരകം, അല്ലാഹുവിന്റെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു, എന്റെ ഈ ശയ്യയിലേക്ക്, എന്റെ ഈ കട്ടിലിലേക്ക് മറ്റൊരുത്തനെ ഞാൻ ക്ഷണിച്ചു വരുത്തിയേനെ. എന്റെ കട്ടിലിന്റെ കാലുകളും ഇളകി ആടിയേനെ. ഈ പാട്ട് കേട്ടപ്പോൾ ഹസറത്ത് ഉമറിന്റെ ഹൃദയം വല്ലാണ്ട് തറച്ചുപോയി. ആ വീട് നോട്ട് ചെയ്തു, ആ വീടിനെ പറ്റി പഠിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പുത്രി ഹഫ്സ, പ്രവാചകന്റെ സഹധർമ്മിണിയായ ഹഫ്സ, വിശ്വാസികളുടെ ഉമ്മയായ ഹഫ്സ റളിയല്ലാഹു അൻഹായെ വിളിച്ചു, മോളെങ്ങു ബാ. ഒരു ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ, ഭർത്താവില്ലാതെ ഒരു പെണ്ണ് എത്ര കാലം കഴിച്ചുകൂട്ടും മോളെ? ഹസ്രത്ത് ഹഫ്സയുടെ മറുപടി: ബാപ്പാ, അങ്ങേ പോലുള്ളവർ എന്നോടാണോ ഇത് ചോദിക്കുന്നത്? മോളെ, ഞാൻ നിന്റെ ബാപ്പ മാത്രമല്ല, ഞാൻ അമീറുൽ മുഅ്മിനീനാണ് മോളെ. അറേബ്യൻ ഉപദ്വീപ് മാത്രമല്ല, ഇന്ന് അതാ എന്റെ ഭരണം മുഴുവൻ പ്രപഞ്ചങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ നായകനാണ് ഞാൻ. എന്റെ ഭരണീയരെ പറ്റി
അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ, അതുകൊണ്ട് മോളെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ബാപ്പ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഒരു പെണ്ണിന് 4 മാസം, കൂടി വന്നാൽ 6 മാസം, മകളിൽ നിന്ന് കിട്ടിയ മറുപടി, ആ മറുപടി വെച്ച് ആ വീട് നോക്കുവെക്കുകയും ഒരു പട്ടാളക്കാരന്റെ വീടായിരുന്നു. ആ പട്ടാളക്കാരനെ സൈനിക സേവനത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചു. അള്ളാഹുവിനെ ഭയപ്പെടണം പെണ്ണെ, ഈമാൻ കാത്തു സൂക്ഷിക്കണം. കുടുംബജീവിതത്തിന്റെ ഭദ്രത സ്നേഹവും വിശ്വാസവുമാണ്. സ്നേഹവും വിശ്വാസവുമാണ്. സാലിഹത്തായ പെണ്ണായി മാറണം. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. നല്ല വീടൊക്കെ പണിതു, അവളെ ഇങ്ങോട്ട് മാറ്റി, കുഞ്ഞുങ്ങളായി, ഒരു സുപ്രഭാതത്തിൽ അവൾ പോവുകയാണ്. പിന്നെ ആ കുടുംബജീവിതത്തിന് എന്ത് ഭദ്രതയാണുള്ളത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സാലിഹത്തായി മാറണം. ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ ഇൻ നളർത ഇലൈഹാ സറതക വ ഇൻ അമർതഹാ അതാഅതക വ ഇൻ ഗിബ്ത അൻഹാ ഹഫിളത്ക ഫീ നഫ്സിഹാ വ മാലിക ഖാല റസൂലുള്ളാഹി. ഒരു പെണ്ണ് സച്ചരിതയായി മാറാൻ, ഒരു പെണ്ണ് സാലിഹത്തായി മാറാൻ 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവിനെ കലവറയില്ലാതെ സ്നേഹിക്കണം അവൾ. വ ഇൻ അമർതഹാ അതാഅതക, ഭർത്താവിനെ അനുസരിക്കണം അവൾ. വ ഇൻ ഗിബ്ത അൻഹാ, ഭർത്താവ് ഗൾഫിലേക്കോ സിംഗപ്പൂരിലേക്കോ ദുബൈക്കോ പോയാൽ ഹഫിളത്ക ഫീ നഫ്സിഹാ വ മാലിക്, 2 കാര്യങ്ങൾ അമാനത്താണ്. ഒന്ന് പെണ്ണേ നിന്റെ ശരീരം, മറ്റൊന്ന് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം. എന്ന് ഞാനും യൂസുഫ് സഖാഫിയും കൂടെ അത്തോളിയിൽ ഇങ്ങനെ പോവുക കോഴിക്കോട് ഇന്നലെ. അപ്പോ ടൗണിൽ നിന്ന് 3-4 പെണ്ണുങ്ങൾ ഇങ്ങനെ നോട്ടെണ്ണി കൂട്ടിപ്പിടിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെയിലേക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതോ ചെക്ക് പാസ്സായിട്ടുണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന കോന്തൻ ഗൾഫിൽ നിന്ന് കാശ് അയച്ചു കൊടുക്കും, ഇവളിങ്ങനെ അടിച്ചു തീർക്കുകയാണ് ഇവിടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈയിടെ ഒരു വീട്ടിൽ പോയപ്പോൾ മരുന്നിന്റെ കുപ്പി ഇങ്ങനെ അട്ടിയായി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ പെണ്ണേ? ഇത് എന്റെ ഭർത്താവ് കഞ്ചൂസാ, ഒന്നും തരൂല, മൂപ്പർക്ക് തെളിവ് കൊടുക്കണം. അപ്പൊ 2-3 കൊച്ചുങ്ങളുണ്ട് മൂപ്പരുടേതായിട്ട് ഈ വീട്ടില്. അതുകൊണ്ട് അയാൾ വരുമ്പോ ഈ കുപ്പി നിരത്തി വെച്ചിട്ട് മക്കള് മുഴുവനും കുടിച്ചു തീർത്ത ജലദോഷത്തിന്റെയും ചുമയുടെയും ടോണിക്കിന്റെ കുപ്പികളാ, ഇത് കാണിച്ചിട്ട് വേണം എനിക്കൊരു 15,000 രൂപ ഊറ്റിയെടുക്കാൻ. എങ്ങനെയുണ്ട് ഭർത്താവിന്റെ ധനം? നിങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ കഷ്ടപ്പെടുകയാണ്, അവിടെ ഉരുകുകയാണ്. വളരെ ചുരുക്കം ചിലർക്കേ ഉള്ളൂ ഒരു 15,000 രൂപ 20,000 രൂപ ഇന്ത്യൻ 20,000 രൂപയുടെ മുകളിൽ ശമ്പളമുള്ളൂ. ബാക്കി എല്ലാവരും താഴെയാ. എല്ലാവരും സവ്വാക്ക, ഷെയറിങ് പിടിക്കുന്നു, അല്ലെങ്കിൽ ഹാരിസ് ആണ്, വാച്ച്മാൻ ആണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സെയിൽസ്മാൻ ആണ്. ഏറ്റവും നല്ല ജോലികളൊക്കെ ഞങ്ങളുടെ തെക്കൻ കേരളത്തിലുള്ള സഹോദര സമുദായത്തിലെ ആളുകളാണ്. ശീതീകരിച്ച റൂമിൽ ഇരുന്ന് പേന കൊണ്ട് സൈൻ ചെയ്താൽ മതി അവർക്ക്. നേഴ്സ്, നല്ല നല്ല ജോലികളൊക്കെ ഞങ്ങളുടെ സഹോദര സമുദായ അംഗങ്ങളാണ്. നമ്മൾ മുസ്ലിങ്ങളുടെ ജോലി എന്താ? നാട്ടിൽ തൽക്കാലം ഇങ്ങോട്ട് വരുമ്പം പാന്റും ഷർട്ടും ടൈയൊക്കെ ഇട്ട് വരും. എന്താ നിനക്ക്? എന്താടാ കുഞ്ഞിപ്പാ നിനക്കവിടെ ജോലി? എനിക്ക് ക്ലീനിങ് ആന്ന് പറയും. ക്ലീനിങ്? എന്താപ്പാ ക്ലീൻ ചെയ്തത്? അറബിയുടെ ബാത്റൂം. എന്തായാലും ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ലല്ലോ. സുഹൃത്തുക്കളെ, ഏത് ഹലാലായ ജോലിയും ചെയ്യണം മക്കളെ. ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വൈറ്റ് കോളർ സംസ്കാരം പാടില്ല. എന്ത് ജോലിയും ചെയ്ത് കുടുംബത്തെ പോറ്റാൻ യുവാക്കൾ മുന്നോട്ട് വരണം. പ്ലംബിംഗ് ജോലി, ഇലക്ട്രീഷ്യൻ, കഹ്റുബായി, അല്ലെങ്കിൽ ഡ്രൈവർ, പഠിച്ച് മിടുക്കന്മാരായി നല്ല ജോബ് കരസ്ഥമാക്കണം മക്കളെ. അല്ലാഹു തആല പടച്ചവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ ഗൾഫിൽ കടന്ന് ചോര നീരാക്കി അയച്ചു കൊടുക്കുന്ന പൈസ ഇവിടെ പെണ്ണ് ഇങ്ങനെ മുക്കിന് ആശുപത്രിക്ക് പോവുക. പിന്നെ എന്താ? ഓരോ കല്യാണത്തിനും ഓരോ ചുരിദാറ്. ഇപ്രാവശ്യത്തെ ചുരിദാറ് അഹമ്മദിന്റെ മകൾ പാത്തുമ്മയുടെ കല്യാണത്തിന് പച്ച ചെരുപ്പ്, പച്ച ചുരിദാറ്. ഇങ്ങനെ അടിച്ചു തീർക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പെണ്ണേ, നിന്റെ ഭർത്താവ് നിനക്കയച്ചു തരുന്ന പൈസ അമാനത്താണ്. പെണ്ണേ, നിന്റെ ശരീരം മറ്റാർക്കും കാഴ്ചവെക്കാനുള്ളതല്ല, നിന്റെ ഭർത്താവിനുള്ളതാണ്. ഈ 3 സിഫത്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ സാലിഹത്താണ്. അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ആവും. എന്താ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്? കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ട